ഈ ചെറിയൊരു ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എത്ര വലിയ സ്പ്രേയും ട്രാൻസ്ഫർ ചെയ്ത് പോക്കറ്റിൽ കൊണ്ട് നടക്കാം. ഇതുപോലെ വലിയ ബോട്ടിലുള്ള പെർഫ്യൂംസ് ആണെങ്കിൽ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഈ ചെറിയ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് ഇനി അതൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാം. എങ്ങനെയാണെന്ന് ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരാം. ഏതൊരു പെർഫ്യൂം ആണെങ്കിലും നമ്മൾ അതിന്റെ സ്പ്രേ നോസിലൊന്ന് ഊരിയെടുക്കുക. ശേഷം നമ്മുടെ ഈ ഒരു ഗാഡ്ജറ്റിന്റെ പുറകിലായിട്ട് നമുക്കൊരു ഹോള് കാണാം. ആ ഒരു ഹോള് നമ്മുടെ ഈ സ്പ്രേ നോസിലിന്റെ അവിടെയായിട്ട് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്പ്രേ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇവിടെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗാഡ്ജറ്റിലോട്ട് നമ്മുടെ സ്പ്രേ കയറുന്നതായിട്ട് കാണാം. നമുക്ക് ഏതൊരു സ്പ്രേ, എത്ര കൂടിയ സ്പ്രേയും നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു ഗാഡ്ജറ്റിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ പോക്കറ്റ് സ്പ്രേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ യൂസ് എനിവെയർ എനിത്തിങ്. ഇതിന്റെ മൂട്ടിലൊരു ഹോൾ ഉണ്ടെന്ന് വെച്ച് പേടിക്കേണ്ട, ലീക്കൊന്നും ആവൂല. ഇത് 5 എണ്ണം നമുക്ക് 260 രൂപയ്ക്ക് കിട്ടും. ജെന്യുവൻലി പറയുകയാണെങ്കിൽ ഇത് വെറുത്താണ്. കാര്യം നമുക്ക് എത്ര കൂടിയ സ്പ്രേ ആണെങ്കിൽ നമുക്ക് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് എവിടെ പോകുമ്പോഴും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ടാപ്പ് ചെയ്ത് ഡയറക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.